ന്യായാധിപന്മാർ അധ്യായം 5. ദബോറയുടെ കീർത്തനം 17 മുതൽ 31 വരെ. ഗിലെയാദ് ജോർദാനപ്പുറം തങ്ങി ദാൻ കപ്പലുകളോടൊപ്പം വസിച്ചതെന്തുകൊണ്ട്? ആഷേർ കടൽ തീരത്ത് നിശ്ചലനായിരുന്നു, തുറമുഖങ്ങളിൽ താമസമുറപ്പിച്ചു. സ്വന്തം ജീവനെ മരണത്തിനേൽപ്പിച്ച ജനമാണ് സെബുലൂൺ. യുദ്ധക്കളത്തിൽ നഫ്താലിയും മരണം വരിച്ചു. രാജാക്കന്മാർ വന്ന് യുദ്ധം ചെയ്തു. താനാക്കിൽ മെഗിദ്ദോ ജലാശയത്തിനരികെ കാനാൻ രാജാക്കന്മാർ പ്രത്യാക്രമണം നടത്തി. അവർക്ക് കൊള്ളയടിക്കാൻ വെള്ളി കിട്ടിയില്ല. ആകാശത്തിൽ നക്ഷത്രങ്ങൾ യുദ്ധം ചെയ്തു. സഞ്ചാരപഥങ്ങളിൽ നിന്നുകൊണ്ട് അവർ സിസേറയ്ക്കെതിരെ പൊരുതി. കിഷോൻ പ്രവാഹം അവരെ ഒഴുക്കിക്കളഞ്ഞു. കുതിച്ചു മുന്നേറുന്ന കിഷോൻ പ്രവാഹം. എൻ്റെ ആത്മാവെ, ശക്തിയോടെ മുന്നേറുക. അപ്പോൾ കുതിരക്കുളമ്പുകൾ ഉറക്കെ പതിച്ചു. അവ കുതിച്ചു കുതിച്ചു പാഞ്ഞു. മെറോസിനെ ശപിക്കുക. കർത്താവിൻ്റെ ദൂതൻ പറയുന്നു, അതിലെ നിവാസികളെ കഠിനമായി ശപിക്കുക. എന്തെന്നാൽ അവർ കർത്താവിൻ്റെ സഹായത്തിന് വന്നില്ല. ശക്തന്മാർക്കെതിരെ കർത്താവിനെ തുണയ്ക്കാൻ അവർ അണിനിരന്നില്ല. കേന്യനായ ഹേബറിൻ്റെ ഭാര്യ ജായേലാകട്ടെ കൂടാരവാസികളിൽ ഏറ്റവും ധന്യ. അവൻ വെള്ളം ചോദിച്ചു, അവൾ പാൽ കൊടുത്തു. രാജകീയ താലത്തിൽ കട്ടത്തൈര്യം കൊണ്ടുവന്നു. അവൾ കൂടാരത്തിൻ്റെ മരയാണി കയ്യിലെടുത്തു, വലത് കൈയിൽ വേലക്കാരുടെ ചുറ്റികയും. അവൾ സിസേറയെ ആഞ്ഞടിച്ചു, അവൻ്റെ തല തകർത്തു. അവൾ അവൻ്റെ ചെന്നി കുത്തിത്തുളച്ചു, അവൻ നിലം പതിച്ചു. അവളുടെ കാൽക്കൽ നിശ്ചലനായി കിടന്നു. അവളുടെ കാൽക്കൽ അവൻ വീണു, അവിടെ തന്നെ മരിച്ചു വീണു. സിസേറയുടെ അമ്മ കിളിവാതിലൂടെ എത്തി നോക്കി, ജാലകത്തിലൂടെ വിളിച്ചു പറഞ്ഞു, അവൻ്റെ രഥം വൈകുന്നതെന്തുകൊണ്ട്? രഥകുതിരകളുടെ കുളമ്പടി വൈകുന്നതെന്തുകൊണ്ട്? അവളുടെ ജ്ഞാനവതികളായ സഖികൾ ഉത്തരം പറഞ്ഞു, അല്ല, അവൾ തന്നെത്താൻ പറഞ്ഞു. അവൻ കൊള്ള തിട്ടപ്പെടുത്തുകയും പങ്കുവയ്ക്കുകയും അല്ലേ? ഓരോരുത്തനും 1-2 കന്യകമാരെ വീതം. സിസേറയ്ക്ക് നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത വസ്ത്രങ്ങൾ, എനിക്ക് തോളിലണിയാൻ നിറപ്പകിട്ടാർന്ന ചിത്രപ്പണി ചെയ്ത 2 വസ്ത്രങ്ങൾ. കർത്താവേ, നിന്റെ ശത്രുക്കൾ അങ്ങനെ നശിക്കുന്നു, എന്നാൽ നിന്റെ സ്നേഹിതർ ശക്തിയുള്ള ഉദയസൂര്യനെ പോലെയാകട്ടെ. തുടർന്ന് 40 വർഷം രാജ്യത്ത് ശാന്തി നിലനിന്നു.